ദൈവത്തിന് സ്തോത്രം. മനോഹരമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ സങ്കീർത്തനങ്ങൾ 130 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. നോക്കണമേ, തിരുവചനത്തിൽ കാത്തിരിപ്പിനെ കുറിച്ച് അനവധി ചിന്തകൾ അല്ലെങ്കിൽ അനവധി വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും: തങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവത്തിന്റെ സമയത്തും ദൈവത്തിന്റെ മാർഗത്തിലും ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്, കടമയാണ്. കാരണം ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ഭക്തനും ഒരു വ്യക്തിയും ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അതേ കാത്തിരിപ്പിന് അവർ മറുപടി പ്രാപിച്ചുകൊണ്ട് മാത്രമാണ് എഴുന്നേൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നതിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനും അതേ ദൈവത്തിന്റെ സന്നിധിയിലെത്തി വീണ്ടും ദൈവമായുള്ള ആ കൂട്ടായ്മയുടെ ആ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി സങ്കീർത്തനക്കാരൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ഓരോ നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിലെത്തി ദൈവമായുള്ള ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലുമുള്ള ആ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓരോ പ്രഭാതത്തിലും എത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അടുത്ത ആ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. നിരാശയുടെയും പ്രതിസന്ധികളുടെയും പാപബോധത്തിന്റെയും സമയങ്ങളിൽ ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തങ്ങൾ അന്വേഷിക്കുകയും നമ്മുടെ ആശ്രയവും വിശ്വാസവും ദൈവത്തിൽ അർപ്പിക്കുകയും വേണം. അവന്റെ വചനങ്ങളിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:74 ഇങ്ങനെ വായിക്കുന്നു: തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കിയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. ഈ മരുഭൂമി യാത്രയിൽ ഓരോ നിമിഷവും തിരുവചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ചുവട് മുൻപോട്ട് വെച്ചാൽ നമ്മെ കണ്ട അനവധി പേര്, അനേക ദൈവഭക്തന്മാര്, നമ്മെ കണ്ട് ദൈവഭക്തന്മാർ സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് ഓരോ നിമിഷവും അനുഗ്രഹമായ അനുഭവങ്ങൾ ദൈവം പകർന്നു തരികയത്രേ ചെയ്യും. സ്തോത്രം. അടുത്ത വാക്യം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നോക്കണമേ, രാത്രി ഏകാന്തതയും അപകടങ്ങളും കഴിഞ്ഞ പ്രഭാതം പൊട്ടിവിടരുന്നതിനായി ഒരു കാവൽക്കാരൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് പോലെ അവൻ ദൈവത്തെ കാത്തിരിക്കുക. വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനും ഉന്മേഷവാനാകുന്നതിനും അവൻ അഭിലഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് പോലെ അവൻ കാത്തിരിക്കുക. അതുപോലെ സങ്കീർത്തനക്കാരനും അന്ധകാരത്തിൽ നിന്നൊരു വിമോചനം പ്രാപിക്കുവാൻ, അന്ധകാരത്തിന് വിടുതൽ പ്രാപിക്കുവാൻ അതേ കാത്തിരിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ വല്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വിമോചനം പ്രാപിച്ച് ഓരോ നിമിഷം ചുവട് മുൻപോട്ട് വെക്കുവാൻ നമുക്കും കാത്തിരിക്കാം. അതേ കാത്തിരിക്കുന്ന ഒരിക്കലും ലജ്ജിതരായി തീരുകയില്ല. 119 സങ്കീർത്തനം നാം വായിച്ചതുപോലെ നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ അനുഭവം കണ്ട് അനേക ദൈവഭക്തന്മാർ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തിനെ കാത്തിരുന്നുകൊണ്ട് നമ്മുടെ മരുഭൂപ്രയാണം മുൻപോട്ട് തുടരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് വചനം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കാൻ ചെയ്യട്ടെ. എല്ലാവർക്കും ക്രിസ്ത്യ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.